അതിക്രൂരനായ ക്രിമിനലായ ഗോവിന്ദസ്വാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ്. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ഗോവിന്ദസ്വാമി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. ഒരു പാവപ്പെട്ട കുട്ടിയെ അതിദാരുണമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയെ ജീവപര്യന്തം തടവിനാണ് ശിക്ഷിക്കപ്പെട്ടത്. അന്ന് തന്നെ ഈ കേരള മനസാക്ഷി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ ജീവപര്യന്തമല്ല, അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം എന്നുള്ളതായിരുന്നു കേരള ജനതയുടെ ആഗ്രഹം. നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അദ്ദേഹം അവിടെ നിന്നും അദ്ദേഹം രക്ഷപ്പെടുകയാണ്. ഏറെ വികാരപരമായ ഒരു വിഷയമാണ്. കാരണം ഇത്തരം ക്രൂരനായ ഒരു വ്യക്തി എങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ഒറ്റക്കയ്യനായ ഒരു വ്യക്തിക്ക് ഒരിക്കലും ജയിലിൽ നിന്ന് ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാൽ ഒരു കാരണവശാലും ജയിലിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ കൂടെയുള്ള തടവുകാര് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. മറിച്ച് ഇതിന് കൃത്യമായ ഉപദേശങ്ങൾ കൊടുത്തവരുണ്ട്, അതുപോലെ അതിനെ സഹായിച്ച ഉദ്യോഗസ്ഥരുണ്ട്, ജയിൽ ഉദ്യോഗസ്ഥരുണ്ട്, ജയിൽ ജീവനക്കാരുണ്ട്, ജയിൽ ഉപദേശ സമിതിയുടെ ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ജയിലിൽ വരുന്ന തടവുകാര് അവര് ഈ ജയിലിലെ ഉദ്യോഗസ്ഥരായി മാറുന്നു. അതേസമയം ഇവിടുത്തെ ഉദ്യോഗസ്ഥര് തടവുകാരായി മാറുന്നു. അതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച. ഇവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ സെൻട്രൽ ജയിലിലെ തടവുകാരായി മാറിയിരിക്കുകയാണ്. അതേസമയം ഇവിടെ ക്രിമിനലായി വരുന്ന, കൊലക്കുറ്റം ചെയ്ത് കൊലപാതകം ചെയ്ത് വരുന്നവൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരായി മാറുകയാണ്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ ഭരിക്കുന്നത് ആ ക്രിമിനലുകളാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഇവിടുത്തെ ഉപദേശക സമിതി അംഗങ്ങളെ നിങ്ങളെടുത്ത് പരിശോധിക്കണം. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഉപദേശക സമിതി അംഗമായിട്ടുള്ള ശ്രീ പി ജയരാജൻ, അദ്ദേഹമാണ് ഒരു ഉപദേശക സമിതി അംഗം. നിങ്ങളൊന്ന് ആലോചിക്ക്, ഒരു സെൻട്രൽ ജയിൽ ക്രിമിനലുകളെ കൊണ്ടിടുന്ന ഒരു സ്ഥലത്ത് ഒരു ഉപദേശക സമിതി അംഗം എന്ന് പറയുന്നത് ജയരാജൻ. എന്താ അദ്ദേഹം കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? അദ്ദേഹം കൊടുക്കുന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദസ്വാമിയല്ല, എല്ലാ ക്രിമിനലുകളും രക്ഷപ്പെട്ടു പോകും, ഒരു സംശയം വേണ്ട ഉപദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹം രക്ഷപ്പെടുമ്പോൾ നിങ്ങൾ സെൻട്രൽ ജയിലൊന്ന് പരിശോധിക്കണം, നോക്കണം. ഇതിന്റെ ഈ മതിലിന്റെ അവിടെ ചുറ്റ് ഇതുണ്ട്, കമ്പിവേലിയുണ്ട്. അതിന്റെ 2-3 കാര്യങ്ങളാണ്. എങ്ങനെ ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അദ്ദേഹം താമസിക്കുന്ന ആ റൂമിൽ നിന്നും ആ വാർഡിൽ നിന്നും പുറത്തു വരുന്നത്? അത് മുറിച്ചു കളയാനുള്ള ഉപകരണങ്ങൾ ആര് കൊടുത്തു? രണ്ടാമത്തത്, അദ്ദേഹം നടന്ന് ഈ പറയുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ ആ സ്ഥലത്തുമായി ബന്ധപ്പെട്ട് അതിനുള്ള സൗകര്യങ്ങൾ ആരൊരുക്കി കൊടുത്തു? അവിടെ വേറെ സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ? അതിനുശേഷം അദ്ദേഹം ഈ മതിലിന്റെ അടുത്തെത്തി, അവിടുന്ന് അദ്ദേഹം കയറി പോകുന്നു. ഈ ഒറ്റക്കയ്യനായ, ഒരു കൈയില്ലാത്ത ഒറ്റക്കയ്യനായ കൊടുക്രിമിനലായ ഈ നാടിന്റെ ശാപമായ ആ ഗോവിന്ദസ്വാമി എങ്ങനെ മതിൽ ചാടി പുറത്തോട്ട് വരുന്നു? നിങ്ങൾ ആലോചിക്കണം, എങ്ങനെ മതിൽ ചാടാൻ സാധിക്കുന്നു? ഇതിനാരാണ് സഹായം ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഈ അവിടുന്ന് നടന്നു വന്ന് ഈ ജയിലിന്റെ ഈ മതിലിന്റെ അടുത്തെത്താൻ വേണ്ടി മറ്റു തടവുകാർക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നത്
കൃത്യമായും ഈ ജയിലിനുള്ളിലുള്ള ജീവനക്കാര് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പറയുന്നു ഇവിടെ ജീവനക്കാർ കുറവാണ്. എന്താണ് ജീവനക്കാർ കുറവ്? എങ്ങനെയാണ് കുറവായത്? എന്തുകൊണ്ട് ആളെ വെക്കാൻ പറ്റുന്നില്ല? ഇവര് നിയമിക്കുന്നത് എവിടെ നിന്നാണ്? പ്രിയമുള്ളവരെ, ഈ സെൻട്രൽ ജയിലിൽ PSC ത്രൂ എത്ര നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് നിങ്ങളെടുത്ത് പരിശോധിക്കണം. ഇവിടെ സെൻട്രൽ ജയിലിൽ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ടെമ്പററി ആയി എടുക്കുന്നു, കുട്ടി സഖാക്കളെ എടുക്കുന്നു. ആ സഖാക്കൾ വന്നു കഴിഞ്ഞാൽ എന്താണ് കുട്ടി സഖാവും ക്രിമിനൽ സഖാവും രണ്ടുപേരും കൂടി കൂടിച്ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ കൊടിസുനിയും ഇവിടെ ഗോവിന്ദസ്വാമിയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഈ ജയിലിൽ കാട്ടിക്കൂട്ടുന്നത് എന്ത് തോന്നിവാസമാണ്? ഇവിടെ എന്ത് സാധനം വേണ്ടത്? ഇവിടെ നാട്ടിലെ കടകളിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഈ സ്ഥലത്ത് കിട്ടും. വേസ്റ്റ് ഈ സാമൂഹ്യ വിരുദ്ധർ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം കേരളത്തിൽ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂരിലെ സെൻട്രൽ ജയിലാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾക്ക് കഞ്ചാവ് വേണോ? ഏടും തപ്പണ്ട, സെൻട്രൽ ജയിലിൽ കിട്ടും. നിങ്ങൾക്ക് മറ്റേ MTM വേണോ? ഏടെയും പോണ്ട, അതിവിടെ കിട്ടും. ഇതിന്റെ ഉള്ളിലുണ്ട്. മദ്യമാണ് എന്തിനു പോയി നിൽക്കുന്നു? ഇവിടെ കിട്ടും. ഇവിടെ അതിന്റെ സ്ഥലമുണ്ട്. പിന്നെ എന്തല്ല വേണ്ടത്? പിന്നെ ഇവിടെ ഇപ്പോ ഭക്ഷണ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നവർ അതിന്റെ മറവിൽ എന്താണെന്ന് ആലോചിക്കണം. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നു. പിന്നെ അതിനേക്കാൾ നല്ല സൗകര്യം കിട്ടും, നല്ല സുരക്ഷിതത്വം കിട്ടും. എന്താ? ഇവിടെ ഒരു കൊലക്കേസിലെ പ്രതി ഇവിടെ കിടക്കുമ്പോ പ്രിയമുള്ളവരെ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോയിട്ട് സംസാരിക്കാൻ കഴിയില്ല, നാട്ടിൽ പുറത്ത് കൊണ്ടുപോയിട്ട് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്ഥലത അദ്ദേഹത്തെ ഉല്ലസിക്കാൻ, ഞാനത് എടുത്തു പറയണം, അതിന് പറ്റിയ സ്ഥലത കണ്ണൂർ സെൻട്രൽ ജയിൽ. നിങ്ങളെല്ലാരും വാർത്തയെ കണ്ടല്ലേ, ഞാൻ പറയുന്നല്ലോ, നിങ്ങളെല്ലാരും പത്രത്തിൽ വായിച്ചാലേ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ എന്താ സൗകര്യക്കേട്? എല്ലാ സംഭവങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലം ഏതാന്ന് കുട്ടികളോട് ചോദിച്ചാൽ ഇപ്പോൾ കുട്ടികളടക്കം പറയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന സാധനം ഇവിടെ കിട്ടും. എല്ലാ സാധനം ഒരാള് നശിപ്പിക്കാൻ വേണ്ട എല്ലാ സാധനവും ഇവിടെ കിട്ടും. തുറന്നു വിട്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ കിട്ടും, കഞ്ചാവ് കിട്ടും, ക്യാഷ് കിട്ടും, മറ്റുള്ള സാധനങ്ങൾ കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞ സൗകര്യവും കിട്ടും. പിന്നെ എന്താ ജയിലിൽ പോയാല്? എന്ത് പ്രയാസമോ ഗോവിന്ദസ്വാമിയെ പോലെയുള്ളവര് പിന്നെ ജയിലിൽ എന്താ പ്രശ്നം? അവന്റെ വീടല്ല, അവന്റെ അമ്മ വീടല്ല, അവന്റെ അപ്പന്റെ വീടല്ല, മറിച്ച് കണ്ണൂര് സെൻട്രൽ ജയിലാണ് എന്ന് ഗോവിന്ദസ്വാമി പറയും. അതാണ് ഇടത് ഭരണ കാലഘട്ടത്തിൽ കണ്ണൂരിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങോട്ടാണ് ഈ ഭരണം പോകുന്നത്? ഇവിടെ ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സൗമ്യയുടെ അമ്മയുടെ വാക്കുകൾ നമ്മൾ ഇത് രാവിലെ കാണുമ്പോൾ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. അത്ര ദാരുണമായ ഒരു മരണമല്ലേ? നമ്മളെല്ലാം അത് കണ്ടതല്ലേ? അതിന്റെ വാർത്തകൾ എങ്ങനെ ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ സാധിക്കും? എന്നിട്ട് ആ വ്യക്തിയെ സുഖകരമായി ഈ സെൻട്രൽ ജയിലിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇത് ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ നാടിന്റെ പ്രാർത്ഥന, സൗമ്യയുടെ അമ്മയുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന മോളിൽ ദൈവമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. ആ ദൈവം ഈ കൊടും ക്രിമിനലിനെ, ഈ രാജ്യം മറക്കുന്ന, ഈ സംസ്ഥാനം അറപ്പോടെ നോക്കിക്കാണുന്ന ആ ഗോവിന്ദസ്വാമിയെ നമുക്ക് പിടിക്കാൻ സാധിച്ചു. അതിൽ പോലീസ് അവരുടെ നല്ല രീതിയിലുള്ള സുസ്ഥിരമായ ഒരു സേവനം അവരക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെ മാക്കുറ്റിയും കെ മോനെ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരുടേതായ നമ്മളുടെ എല്ലാവരുടെയും ഒരു സേവനം അതിനകത്തുണ്ടായിരുന്നു.
പോലീസ് നന്നായിട്ട് അതിനകത്ത് ഇടപെടലുകൾ നടത്തി. പോലീസിനെപ്പോ അത് വിവരം കിട്ടുന്നത് അതല്ല. അതിലും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ സംഭവം 1:45 നടന്നു എന്നാണ് പറയുന്നത്. ഇനി ചരിത്രത്തിന്റെ കഥകളെ യഥാർത്ഥ തെളിവെടുത്തെല്ലാം കിടക്കുമ്പോൾ ചിലപ്പോൾ ഇതിലുമേറെ ഭീകരമായിരിക്കും കാര്യങ്ങൾ. ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് 1:45 കഴിഞ്ഞു. സെൻട്രൽ ജയിലിന്റെ ഉദ്യോഗസ്ഥന് കാണുന്നത് 5 മണിക്കല്ലേ, 5 മണിക്കാന്ന് പറയുന്നു. പോലീസിന് കിട്ടുന്ന വിവരം 7 മണിക്കാന്ന്. 2 മണിക്കൂർ ഇവൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, ഇവന് സമാധാനപരമായി ഇവൻ പോയി ജീവിക്കട്ടെ എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കണ്ടു. അതുകൊണ്ട് ഇവന് രക്ഷപ്പെടാൻ വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. ഇതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങൾ നേരത്തെ പറയുന്നതാണ്. പല ജയിൽ ഐജിമാരും വന്നിട്ട് ഇവിടെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്, ഇവിടെ ഫോണുകൾ പിടിച്ചിട്ടുണ്ട്, ഇവിടെ മറ്റ് സാമഗ്രികളെല്ലാം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെതിരെ ഒരു നടപടി ഇവരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയും ഇത് തുടർന്നു പോയാൽ ഇതുപോലെ കൊടും ഭീകരർ, കൊടും ക്രിമിനലുകൾ ഇവിടെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഈ ജയിലിൽ ഉണ്ടാകും. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങൾ ശക്തിയുക്തം ഉണർന്ന് പ്രവർത്തിക്കുകയും ഇതിനെതിരെ ഈ രാജ്യത്തെ, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണാസമരം ഔപചാരികമായി, ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി